ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. റീഗൽ ആക്മി കോളേജിലെ പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ NAOS സീനിയർ സെക്കൻഡറി വിഭാഗത്തിലെ ന്യൂ സിലബസ് ഇംഗ്ലീഷ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ 9 3 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ചാപ്റ്റർ 9 3 ക്വസ്റ്റ്യൻസ് എന്നാണ് ആ ചാപ്റ്ററിന്റെ പേര്. ആദ്യം നമുക്ക് ഇതിന്റെ ഒരു സമ്മറി നമുക്ക് പറയാം. അതിനുശേഷം 5 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ പറയാൻ പോകുന്നത്. സമ്മറി പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് കൂടെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാമിന് ഏത് ടോപ്പിക്കിൽ എവിടെ നിന്നാണ് ഈ പാഠത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് 3 ക്വസ്റ്റ്യൻസ് എന്നാണ്. ഇത് എഴുതിയത് ലിയോ ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ഫേമസ് ഒരു ഫിക്ഷൻ റൈറ്റർ ആണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അദ്ദേഹം ഒരു റിയലിസ്റ്റിക് ആൻഡ് ഫിക്ഷൻ ഗ്രേറ്റ് റൈറ്റർ ആണ്. അദ്ദേഹം പല തരത്തിലുള്ള രചനകൾ എഴുതിയിട്ടുണ്ട്. അന്ന കരീലീന, അങ്ങനെ വാർ ആൻഡ് പീസ്, അങ്ങനെ ഒട്ടനവധി റൈറ്ററൊക്കെ നോവൽസ് ഒക്കെ എഴുതിയിട്ടുള്ള അദ്ദേഹമാണ് ഈ കഥയെ നമുക്ക് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഈ സ്റ്റോറി തുടങ്ങുമ്പോഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഈ കഥ നമ്മൾ വളഞ്ഞു തിരിഞ്ഞൊന്നും പോകുന്നില്ല. നമുക്ക് ആദ്യമായിട്ട് തന്നെ ഒരു രാജാവിന്റെ കഥയിലൂടെ തന്നെയാണ് ഇത് പോകുന്നത്. ഒരു രാജ്യത്തിലെ ഒരു രാജാവിന്റെ സ്ട്രെയിറ്റ് കഥയാണ് ഇത് പറയുന്നത്. ഇതില് ഈ രാജാവ് രാജ്യഭരണം നടത്തുമ്പോൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന് 3 ക്വസ്റ്റ്യൻസ് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കിടന്ന് ഇങ്ങനെ എന്താണ് ആ ഉത്തരം കിട്ടാത്ത ഈ 3 ക്വസ്റ്റ്യൻസും ഈ അദ്ദേഹത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു സംഭവ ബഹുലമായ ഒരു കഥയാണ് ഈ 3 ക്വസ്റ്റ്യൻസിൽ വരുന്നത്. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, നമുക്ക് ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു നല്ലൊരു സമയം ഏതാണ്? അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക നല്ല സമയം ഏതാണ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല് ആരൊക്കെയാണ് അത് പറയുന്ന ആ കാര്യം, അല്ലെങ്കിൽ ആരൊക്കെ പറയേണ്ടതാണ് നമ്മൾ കാര്യങ്ങൾ കേൾക്കേണ്ടത്, ആരുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ഒരു കാര്യത്തിൽ കേൾക്കേണ്ടത്? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ട പ്രത്യേക സമയം ഏതാണ്? രണ്ടാമത്തത് കാര്യം ചെയ്യുമ്പോൾ ആരെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് കേൾക്കേണ്ടത്? മൂന്നാമത്തത് ഏറ്റവും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് കുറെ പ്രവൃത്തികൾ ചെയ്യല്ലോ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഏതാണ്? ഈ 3 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ തിരക്കത്തിലാണ് ഈ രാജാവ്. പല ആൾക്കാരുടെ രാജാവ് എന്ത് ചെയ്യുന്നു, ഇതേ ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള മറുപടി കിട്ടുന്നില്ല. ആദ്യമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒരു കാര്യം ചെയ്യേണ്ട യഥാർത്ഥ സമയം. ചില ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ജ്യോതിശാസ്ത്രം നോക്കിയിട്ട് വേണം ആ സമയം ഫിക്സ് ചെയ്യാനെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ചില ബുദ്ധിമാന്മാരായ ആൾക്കാർ പറയുന്നുണ്ട് ഇല്ല, നമുക്ക് ആ ഒരു സമയം പ്രവചിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നവരുണ്ട്. ചിലവർ പറയുന്നുണ്ട് സന്തോഷകരമായ നിമിഷങ്ങളാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യാനുള്ളതെന്ന്. അങ്ങനെ പല പല അഭിപ്രായങ്ങളും ആ ക്വസ്റ്റ്യനിലും വരുന്നുണ്ട്. അപ്പോൾ രാജാവിന് തൃപ്തികരമായ ഒരു വിശദീകരണം കിട്ടുന്നില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എന്ന് പറയുമ്പോൾ അതും പലതും ആരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് നമ്മൾ ഒരു കാര്യത്തിൽ കേൾക്കേണ്ടതെന്നാണ്. അപ്പൊ അതിന്റെ അഭിപ്രായം വന്നപ്പോഴത്തേക്കും ചിലവർ പറയുന്നുണ്ട് ഇതേപോലെ പ്രീസ്റ്റിൻ്റെത് കേൾക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മന്ത്രി പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നുണ്ട്, സോൾജേഴ്സ് പറയുന്നത് കേൾക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അതിലും പല പല അഭിപ്രായങ്ങളാണ് രാജാവിന് കിട്ടിയത്. അങ്ങനെ അതിലും തൃപ്തികരമായ വിശദീകരണം ആർക്ക് കിട്ടിയില്ല? രാജാവിന് കിട്ടിയില്ല. അതിനുശേഷം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് രാജാവ് കേൾക്കുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെയാണ്. എന്താണ് ഒരു പ്രവൃത്തി നമുക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്തെന്നാണ് കേൾക്കുക. അപ്പോൾ ചിലവർ പറയുന്നത് നമ്മൾ ആദ്യം യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്ത് എന്താണ് രാജ്യങ്ങളെ കീഴടക്കുന്നതായിരിക്കും നമ്മുടെ ആദ്യത്തേത്. ചിലവർ പറയണില്ല സന്തോഷകരമായ കുറെ നിമിഷങ്ങൾ, അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ മുന്നോട്ട് വെച്ചു. അങ്ങനെ ഇരിക്കെ രാജാവിന് ഈ ഇത്ര അഭിപ്രായങ്ങളോടൊന്നും തന്നെ പലതരത്തിലുള്ള ഈ അഭിപ്രായങ്ങൾ കേട്ട രാജാവ് പല വാഗ്ദാനങ്ങൾ നടത്തി. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുന്നവർക്ക് വലിയ വലിയ പ്രൈസുകൾ വരെ വാഗ്ദാനം ചെയ്തു രാജാവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നമ്മുടെ ഈ രാജ്യത്തിന് അപ്പുറത്ത് ഒരു കാട്ടിന്റെ വനാന്തരത്തിൽ ഒരു സന്യാസി ഉള്ളതായിട്ട് രാജാവിന് അറിയുന്നുണ്ട്. ആ സന്യാസി എല്ലാ ക്വസ്റ്റ്യനും, അതായത് എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ചുള്ള ആൻസറുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മഹാനായ സന്യാസി അവിടെ ഉണ്ടെന്ന് ആർക്ക് മനസ്സിലാവുന്നു? രാജാവിന് മനസ്സിലായും. ആ സന്യാസി ഹെർമിറ്റിനെ കാണാൻ വേണ്ടിയിട്ട് രാജാവ് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവിടെ എത്തുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ആ സന്യാസി വര്യൻ
അതായത് സാധാരണ ജനങ്ങളെ മാത്രമേ അദ്ദേഹത്തിന്റെ ആ ഒരു കുടിലോട്ട് കയറ്റത്തുള്ളൂ. അതായത് ആ കാട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സന്യാസി വര്യന്റെ എന്താണ് ഒരു കുടിലാണ്. ആ കുടിലോട്ട് സാധാരണക്കാർക്ക് മാത്രമേ അവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് മാത്രമേ അതിന് സന്യാസി വര്യൻ ആൻസർ പറയത്തുള്ളൂ. അങ്ങനെ ആയതുകൊണ്ട് രാജാവും ഭടന്മാരും എന്ത് ചെയ്യുന്നു, ആ കാടിനകത്ത് ആ രാജാവിന്റെ കുതിരകളെയും ഭടന്മാരെയും നിർത്തിയതിനു ശേഷം രാജാവ് സാധാരണ ഒരു വസ്ത്രധാരണ രീതിയും എടുത്തതിന് ശേഷം ആ കുടിലോട്ട് കയറുകയാണ്. അവിടെ എത്തുമ്പോഴത്തേക്ക് രാജാവ് കാണുന്ന കാഴ്ച എന്ന് വെച്ചാല് ആ ഒരു അവശനായ ഒരു സന്യാസി അവിടെ വീട്ടിന്റെ ഒരു വശത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നമ്മുടെ കുഴി കുത്തുന്നതാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാല് ഡിക്കിങ്, അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കുഴി കുത്തുകയാണ് ചെയ്യുന്നത്. എന്തോ നടാനായിട്ട് ഒരു കുഴി നിർത്തുന്നു. പക്ഷെ രാജാവ് വരുമ്പോഴത്തേക്ക് ഒരു നിമിഷം രാജാവ് ഒരു സംബോധന ചെയ്യുകയും ആ ഒരു വിഷ് ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ നോക്കിയതിനായിട്ട് വിഷ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ആ ഒരു തൊഴിൽ, അതായത് ആ കുഴിക്കുക എന്നുള്ള ജോലി തുടർന്നുകൊണ്ടിരിക്കുന്നു. രാജാവ് അടുത്ത് ചെന്ന് ഈ 3 ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം മറുപടി ഒന്നും പറയുന്നില്ല. നോക്കിയതിന് ശേഷം രണ്ട് കൈ എടുത്ത് നമ്മൾ കുറെ നേരം വെട്ടുമ്പോഴത്തേക്ക് നമ്മുടെ കൈ ക്ഷീണിക്കും, പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, തുപ്പിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, കോടാൽ ഉപയോഗിച്ച് വെട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലത്തെ പ്രവൃത്തി തന്നെയാണ് സന്യാസി രാജാവിന്റെ ഈ ക്വസ്റ്റ്യൻസ് കേട്ടതായിട്ടേ ഭാവിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവൃത്തി, അതായത് കുഴിക്കുക എന്നുള്ള ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോൾ രാജാവ് നോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ എനിക്ക് ആൻസർ കിട്ടുമെന്നുള്ള ഒരു അതിലോട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സന്യാസി വര്യൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ എന്തിരിക്കുകയാണ്, കുറെ സമയം കഴിഞ്ഞപ്പോൾ തന്നെ രാജാവ് ചെന്ന് പറയാണ്, അങ്ങ് എന്തായാലും ക്ഷീണിച്ചുവല്ലോ, കുറച്ച് സമയം വിശ്രമിച്ചോളൂ, ഞാനൊന്നത് ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ അങ്ങയെ സഹായിക്കാമെന്ന് പറയുകയും അതേപോലെ സന്യാസി എന്ത് ചെയ്തു, അദ്ദേഹം ആ ഒരു ജോലി രാജാവിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ രാജാവ് ആ ഒരു ജോലി എന്താണ് തുടരുകയാണ്. അങ്ങനെ സന്ധ്യ ആവാറായപ്പോഴത്തേക്ക് സന്യാസി എന്ന് പറയുന്നത്, ഇനി നമുക്ക് പണി എന്ത് ചെയ്യാം, നിർത്താം, അതിനുശേഷം നമുക്ക് കുറച്ച് വിശ്രമിച്ചിട്ട് അടുത്ത് തന്നെ എന്ത് ചെയ്ത് തുടങ്ങാമെന്ന് പറയുകയും അങ്ങനെ സന്യാസി വര്യന്റെ അഭിപ്രായത്തോട് രാജാവ് യോജിക്കുകയും ചെയ്യുന്നു. ആ സമയത്തും രാജാവ് പല തവണയായിട്ട് ചോദിക്കുന്നുണ്ട് ഈ 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ. എന്ന് വെച്ചാൽ രാജാവിനാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നുവെങ്കിൽ, ഇതിന്റെ ആൻസർ കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാമായിരുന്നു, പുറപ്പെടാമായിരുന്നു. പക്ഷെ നമ്മുടെ ആ സന്യാസി വര്യൻ അതിനൊന്നിനും തയ്യാറാവുന്നില്ല. അദ്ദേഹത്തിന്റെ ജോലി സാധാരണ അദ്ദേഹം ചെയ്യുന്നത് പോലെയുള്ള പെരുമാറ്റ രീതികളും ജോലികളോട്ട് ഏർപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ സന്ധ്യയൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രക്രിയ, അതായത് കുഴിക്കുക എന്നുള്ള പ്രക്രിയ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ദൂരത്ത് നിന്ന് ഒരു താടി വെച്ച ആള് അവശനായി എന്തോ വൈയായിക മൂലം എന്ത് ചെയ്യുന്നുണ്ട്, ഓടി വരികയും ഈ 2 പേരുടെ അടുത്തായിട്ട് വന്നങ്ങ് രാജാവിന്റെ അടുത്തേക്ക് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വന്ന് വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സന്യാസിയും രാജാവും കൂടെ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മാറിൽ നിന്ന് കുറച്ച് വയറ് ഭാഗത്ത് കുറച്ചായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നല്ലൊരു മുറിവ്, നല്ല ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ 2 പേരും പ്രഥമ ശുശ്രൂഷ, രാജാവ് തന്നെയാണ് വന്ന് വീണ ഉടനെത്തേക്ക് ഇയാളുടെ ബോധം അങ്ങ് പകുതി പോവുകയാണ്. രാജാവ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളമൊക്കെ കൊടുത്ത് ഇയാൾ ഒരു അവശ നിലയിലെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ മരണപ്പെട്ടു പോകാം എന്നൊരു അവസ്ഥയിലാണ് ഈ ഒരു താടി വെച്ച ആള് വന്ന് വീണുന്നത്. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും രാജാവ് ഇദ്ദേഹത്തിന് കുറച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ആ ഒരു വസ്ത്രം തന്നെ കീറി ഇദ്ദേഹത്തിന് എന്താണ് ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ശുശ്രൂഷ കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എന്തായാലും സന്ധ്യയായില്ലേ, അപ്പോഴെന്തായാലും രാവിലെയൊക്കെ ആവണം നമുക്ക് ഈ കാട്ടിൽ നിന്ന് അപ്പുറത്തോട്ട് ഒരു ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ചികിത്സ നടത്തുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് തന്നെ രാജാവ് സാധാരണ രീതിയിൽ സന്യാസിയുടെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നേരം പ്രഭാതമായപ്പോഴത്തേക്കും ഇദ്ദേഹം താടി വെച്ച ആള് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കും തനിക്ക് എന്താണ്, ജീവനുണ്ട്. വന്നപ്പോഴത്തേക്ക് അബോധാവസ്ഥയിലായിരുന്നല്ലോ, പക്ഷെ എന്താണ്, ഇപ്പോൾ അദ്ദേഹത്തിന് ജീവൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, രാജാവിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. കാരണം അപ്പൊ രാജാവിനൊന്നും മനസ്സിലാവില്ല, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോ ഇന്നലെ വന്ന ഒരു അപരിചിതൻ തന്റെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്ന അത് കണ്ടപ്പോഴത്തേക്ക് രാജാവിനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴാണ് ആ താടി വെച്ച ആ ഒരു സ്ട്രേഞ്ചർ പറയുന്നത്, എനിക്ക് രാജാവിന് എന്താണ് നന്നതായിട്ട് അറിയാം, കാരണം ഞാൻ അദ്ദേഹത്തിന്റെ എന്താണ് ശത്രുവാണ്, ഞാൻ രാജാവിനെ വധിക്കാൻ വേണ്ടി തക്കം പാർത്ത് ഇരിക്കുകയാണ്. എൻ്റെ കുടുംബക്കാരോട് അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനോടൊക്കെ ചെയ്ത തടവറയിലാണ് ഇദ്ദേഹത്തിന്റെ ഒരു ബന്ധു, അതായത് ജ്യേഷ്ഠൻ കിടപ്പുണ്ട്. അപ്പോൾ എന്താണ്, പല കുറ്റത്തിന് വിധിക്കപ്പെട്ട ആളാണ്, അയാൾ തെറ്റ് ചെയ്തതാണ്.
അപ്പൊ എന്താണ് അത് ആ സമയത്ത് രാജാവ് എന്ത് ചെയ്തു, തുറങ്കിലടയ്ക്കുകയും അവരുടെ ആചമ വസ്തുക്കൾ കണ്ടെടുക്കുകയും അങ്ങനെ ജപ്തി നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്താണ്, സ്വന്തമൊന്നുമില്ല, അതായത് ഇവരെന്താണ്, പാപ്പരായി. അപ്പോൾ അതിന് പ്രതികാരം രാജാവാണ് തെറ്റ് ചെയ്യാത്തതിന്റെ സഹോദരനെ ഇങ്ങനെ ആക്കിയതെന്നുള്ള അതില് തെറ്റ് ഈ രാജാവിനെ വധിക്കാനായിട്ട് തക്കം പാർത്തിരുന്ന ഒരു ശത്രുവായിരുന്നു നമ്മുടെ ഈ സ്ട്രേഞ്ചർ. രാജാവ് കാട്ടിലോട്ട് പുറപ്പെടുന്നു എന്നറിഞ്ഞത് കൊണ്ട് രാജാവിനെ വധിക്കാനായിട്ട് തന്നെയാണ് ഈ സ്ട്രേഞ്ചർ വന്നതും. ആ സമയത്താണ് രാജാവിന്റെ ഭടന്മാരുടെ കണ്ണിൽ പെടുന്നതും. ഭടന്മാരായാൽ തന്നെയാണ് ഈ സ്ട്രേഞ്ചറിന് ഇങ്ങനെ ഒരു ദുരവസ്ഥ, അതായത് ആ ഒരു മാരകമായ ഒരു ദേഹത്ത് ആ ഒരു കീറൽ അനുഭവപ്പെടുകയും ചെയ്ത് മരണാസന്നനായ രാജാവിനടുത്ത് തന്നെ എത്തുകയും ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്കാണ് രാജാവിനടുത്ത് ആര് പറയുന്നത്, ഈ സ്ട്രേഞ്ചർ പറയുന്നത്. അങ്ങനെ ഒരു കുംഭസാരം പോലെ രാജാവിനോട് പറയുകയും അപ്പോൾ രാജാവ് ഐഡന്റിഫൈ ചെയ്യുന്നു. അപ്പോൾ രാജാവ് കറക്റ്റ് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കും. ഇങ്ങനതാണ് കാരണം, കുറ്റമല്ല. പക്ഷെ രാജാവിന് ഈ ഒരു ഇത് കണ്ടുകൊണ്ട് ഇവർ കുറ്റക്കാരല്ല എന്ന് കണ്ടുകൊണ്ട് രാജാവ് പറയുകയാണ്, ശരി, ഞാൻ അത് പോയതിനു ശേഷം എന്ത് ചെയ്യാം, ഞാൻ കണ്ടെടുത്ത ആ സ്വത്ത് വകകളെല്ലാം തന്നെ തിരിച്ചു തരാമെന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ഈ ഒരു സ്ട്രേഞ്ചർ പറയുന്നുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്, ഞാൻ എൻ്റെ അനന്തപരങ്ങളോട്, അതായത് തൻ്റെ പിൻഗാമികളോടും ഒക്കെ ഇനി വരാൻ പോകുന്ന എൻ്റെ തലമുറകളോടും എല്ലാം രാജാവിനെ കുറിച്ചുള്ള നന്മകൾ ഞാൻ പറയും. ഞാൻ ഇനി അങ്ങയുടെ അടിമയാണ്, ഞാൻ ഇനി മേലെന്ത് ചെയ്യത്തില്ല, ഒരു തെറ്റും ചെയ്യുകയില്ല എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, രാജാവിനടുത്ത് പറയുകയും അങ്ങനെ ആ ഒരു ശത്രു ആ സമയത്ത് എന്തായി മാറി, മിത്രമായിട്ട് വിശ്വസ്തനായ ഒരാളായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാജാവിന് എന്താണ് ഇതിന്റെ ആൻസർ, ഇതുവരെ അദ്ദേഹം വന്നത് എന്തിനാണ്, ഒരാളെ ശുശ്രൂഷിക്കാനോ ഒന്നും അല്ല അല്ലെ, ആ ഒരു 3 ക്വസ്റ്റ്യൻസിന് ആൻസർ കണ്ടെത്താൻ വന്ന ആ രാജാവിന് എന്ത് പറ്റി, ഈ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഒന്നും കിട്ടിയില്ല. അങ്ങനെ രാജാവിന് മനസ്സിലായി, എന്തായാലും സന്യാസി വരാൻ ഇതിന് ആൻസർ ഒന്നും തരാൻ പോകുന്നില്ല, താൻ വന്ന ദൗത്യം പരാജയപ്പെട്ടിരിക്കുന്നു, താൻ ആരാണെന്ന് രാജാവിന് സന്യാസിക്ക് മനസ്സിലാവുകയും ചെയ്ത സ്ഥിതിക്ക് തന്നെ ഇനി അവിടെ നിർത്തുക പോലും ഇല്ല എന്ന് രാജാവിന് മനസ്സിലാവുകയും രാജാവ് തിരിച്ചു പോകാൻ ഇറങ്ങുമ്പോഴത്തേക്ക് സന്യാസി വരാൻ പറയുന്നുണ്ട്, അങ്ങ് ആരാണെന്ന് എനിക്ക് മനസ്സിലായി, ഇപ്പോൾ അങ്ങേക്ക് എല്ലാ ആൻസറും, അതായത് അങ്ങ് ചോദിച്ച 3 ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ശരിയായ സമയം എന്താണ്, അതായത് അതിൽ സന്യാസി പറയുന്നതെന്ന് വെച്ചാല് ഈ രാജാവ് ഒരു പ്രവൃത്തി, അതായത് ഒരാള് മരണാസന്നനായി കിടന്നപ്പോൾ അദ്ദേഹത്തിന് സഹായിക്കാൻ എടുത്ത ആ ഒരു പ്രവൃത്തിയാണ് എന്തോന്ന് പറയുന്നത്, നമ്മൾ ഒരു കറക്റ്റ്, അദ്ദേഹം ഇപ്പോ വെള്ളം കൊടുത്തില്ല, ശുശ്രൂഷ നൽകിയില്ലായിരുന്നുവെങ്കിൽ ആ സ്ട്രേഞ്ചർ മരണപ്പെടുമായിരുന്നു. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈം, നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യാൻ എടുക്കേണ്ട കറക്റ്റ് സമയത്താണ് രാജാവ് അദ്ദേഹത്തെ ശുശ്രൂഷിച്ച് ആ ഒരു ചെയ്തത്. അപ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കറക്റ്റ് സമയം അതാണ്. അപ്പോ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ആരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു മരണാസന്നയായി കിടന്നപ്പോൾ രാജാവ് ആരുടെയെങ്കിലും അഭിപ്രായം കേട്ടായിരുന്നു ഇല്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോ അങ്ങനെ ഒരാളുടെ അഭിപ്രായം കേൾക്കുന്നോ, ജ്യോത്സ്യന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഭടന്മാരെടുത്തോ ആരെടുത്തും, പ്രത്യേകിച്ച് സന്യാസിയരുടെ പോലും എന്ത് ചെയ്തില്ല, രാജാവ് ആ ഒരു അഭിപ്രായം കേട്ടില്ല. തന്റെ മനസ്സിന് എന്താണോ നന്മയുടെ ഭാഗത്തു നിന്ന് നൽകാൻ തോന്നിയത് അത് അദ്ദേഹം ചെയ്തു. അപ്പോൾ അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള അദ്ദേഹം എടുത്ത ആ ഒരു ഡിസിഷൻ, ആരും പറയാതെ അദ്ദേഹം എടുത്ത കറക്റ്റ് സമയത്തിലെടുത്ത ആ ഒരു ഡിസിഷനാണ് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ആൻസർ അവിടെ ആയിട്ടുണ്ട്. അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ ആരാണ്, ഒരു പ്രവൃത്തി ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി ഏതാണെന്നുള്ളതാണ്. അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു മരണപ്പെടാൻ കിടക്കുന്ന ഒരാൾക്ക് സഹായം ചെയ്യാതെ കുറച്ച് സമയം കഴിയട്ടെ, അയാളുടെ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ അദ്ദേഹത്തിന് ആ ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി, അയാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ള പ്രവൃത്തി ആദ്യമേ രാജാവ് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് തന്നെയാണ് രാജാവിന് ആരും പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ ഓരോ അവസ്ഥയ്ക്കനുസരിച്ച്, ഓരോ സാഹചര്യത്തിനനുസരിച്ച് നന്മയുടേതായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടേതായ രീതിയിൽ നമ്മൾ ആൻസർ അതില് അദ്ദേഹം തന്നെ കണ്ടെത്തി. ഇത് തന്നെയാണ് സന്യാസി വരനും നമുക്ക് ആർക്കും തന്നെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, സന്യാസി പറഞ്ഞതാണ് അദ്ദേഹം തന്നെ ആ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ആ സന്യാസി വര്യന്റെ അടുത്ത് ഇങ്ങനെ ഒരു മഹാൻ ഇപ്പൊ രാജാവ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വരികയും ആ സമയത്ത് തന്നെ കൊല്ലാൻ വരികയും ചെയ്തത് ഒരു കണക്കുകൂട്ടലും ഉണ്ടായിട്ടല്ല. പക്ഷെ അതെന്ത് ചെയ്തു, അത് സംഭവിച്ചു പോയി. അതിനനുസരിച്ച് രാജാവ് പ്രവർത്തിച്ചു. അപ്പോൾ രാജാവിൻ്റെതായ ഈ 3 ക്വസ്റ്റ്യൻസിനും അപ്പോൾ തന്നെ ആ ഒരു ഇൻസിഡന്റോട് കൂടെ തന്നെ ആൻസർ കണ്ടെത്തി കൊടുക്കുകയാണ് സന്യാസി വര്യൻ ചെയ്തത്. ഇങ്ങനെ ഒരു വിമർശനം നമുക്ക് പല രീതിയിലും ഇത് നമുക്ക് എന്ത് ചെയ്യാം, വിമർശിക്കാം. ഇത് അതല്ലല്ലോ അല്ല,
പക്ഷെ ഇതൊരെന്താണ് ഫ്രിക്ഷണൽ ഫിലോസഫിക്കൽ സ്റ്റോറിയാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു 3 questions എന്ന് പറയുന്ന ഒരു പാഠത്തിന്റെ സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സമ്മറി മനസ്സിലായി കാണുന്നു. നമ്മുടെ ടോൾസ്റ്റോയ് എഴുതിയതാണ്. അപ്പോൾ ഈ സമ്മറി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഇതിലാണെങ്കിൽ ഭയങ്കരത്ത് വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നമുക്ക് കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞ കഥയിൽ നിന്ന് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ ഇതിൽ ഏത് കഥ നമുക്ക് ഏതെടുത്താലും ഒരു പോർഷൻ എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. എന്നാലും എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന തരത്തിലുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ ബുക്കിന്റെ നമ്മുടെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്ത് നോക്കുക. എന്നാലും ഞാൻ ഇമ്പോർട്ടന്റ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ഒന്ന് നോക്കാം. നോക്കിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് when the king asked for the answer, what was the hermit reply? രാജാവ് ചോദിച്ച ആൻസറിന് ഹെർമിറ്റ് എന്താണ് റിപ്ലൈ ചെയ്തത്? എന്താണ്? The hermit replied that the king has already got his answer. രാജാവ് ഈ 3 ക്വസ്റ്റ്യൻ ചോദിച്ചതിലെ ആ ഹെർമിറ്റ് മീൻസ് ആരാണ്? സന്യാസി വര്യൻ എന്ത് ആൻസർ ആണ് കൊടുത്തത്? അതിലെന്താണ്? The hermit replied that ഹെർമിറ്റ് ഒരേ ഒരു ആൻസറേ കൊടുത്തുള്ളൂ. എന്താണ്? The king had already got his answer. രാജാവിന് കറക്റ്റ് ആയിട്ട് എന്താണ്? ഹാഡ് ഓൾറെഡി രാജാവിന് അതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന ഒരു റിപ്ലൈ. അല്ലെ, ഇത്രയും അറിഞ്ഞതിൽ വെച്ച് രാജാവിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്ലൈ കിട്ടിയല്ലോ എന്ന ആൻസർ മാത്രമാണ് നമ്മുടെ സന്യാസി വര്യൻ കൊടുത്തത്. ആണല്ലോ, ഈ ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ത് ചെയ്തു? രാജാവിന് കിട്ടിക്കാണുമെന്നുള്ള ഒരേ ഒരു ആൻസർ മാത്രമാണ് നമ്മുടെ സന്യാസി വര്യൻ കൊടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, what did occur in the mind of the king? രാജാവിന്റെ മനസ്സിന് എന്താണ് സംഭവിച്ചത്? It occurred to the king that he knew the answer for certain questions. He would be successful in everything had no one can defeat him. അപ്പോൾ എന്താണ് രാജാവിന്റെ മനസ്സിലെ എന്താണ് ആ ക്വസ്റ്റ്യൻസ് മുഖേന സംഭവിച്ചത്? അല്ലെ, എന്താണ്? The king he knew the answer for എല്ലാ ക്വസ്റ്റ്യങ്ങളിലും തനിക്ക് അറിയാമിരുന്നുവെങ്കിൽ താൻ ഒരിക്കലും എന്ത് ചെയ്തില്ല, എപ്പോഴും എവരിത്തിങ് ഹി സക്സസ്ഫുൾ ആയിരിക്കും. രാജാവ് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ അറിയാമെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? രാജാവിന് എപ്പോഴും വിജയം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഹാഡ് നോ വൺ ക്യാൻ ഡിഫീറ്റ് ഹിം. ഒരിക്കലും എന്നെ ആരും തകർക്കത്തില്ല, അല്ലെങ്കിൽ എന്നെ ആരും പരാജയപ്പെടുത്താൻ കഴിയില്ല. എല്ലാ ക്വസ്റ്റ്യനും തനിക്ക് അറിയായിരുന്നെങ്കിൽ എനിക്ക് തന്നെ ഒരു എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ അറിയായിരുന്നെങ്കിൽ ആർക്കെങ്കിലും എന്നെ പരാജയപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. രാജാവിന്റെ മനസ്സ് എന്താണ് ഉണ്ടായത്? എല്ലാ ക്വസ്റ്റ്യനും ആൻസർ അറിയാമായിരുന്നുവെങ്കിൽ എന്നെ ആരും പരാജയപ്പെടുത്താൻ കഴിയില്ലായിരുന്നു എന്നുള്ളത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വേർ ദ ആൻസേഴ്സ് ദ കിങ് ഗോട്ട് ഫോർ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻസ്? The question number 2, the answers were counselors, the priest, the doctor, while some said the various were the most necessary people. രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ പലതരത്തിലുള്ള ആൻസർ വന്നു. എന്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? ആരുടെയൊക്കെ അഭിപ്രായങ്ങളായിരുന്നു രാജാവ് കേൾക്കേണ്ടിയിരുന്നത്? അപ്പോൾ ചിലവർ പറഞ്ഞ എന്താണ്? A question has a number of answers in that questions. വിചാരിത ഏതൊക്കെയാണ്? ദ പ്രീസ്റ്റ്, പ്രീസ്റ്റിന്റെ അടുത്തൊന്ന് ചോദിക്കണമെന്ന് കുറച്ചു പേര് പറഞ്ഞു. ഡോക്ടേഴ്സിന്റെ അടുത്തുനിന്ന് അഭിപ്രായം ചോദിക്കണമെന്ന് പറഞ്ഞു. ചിലവരെന്ത് പറഞ്ഞു? വാരിയേഴ്സിന്റെ അടുത്തുനിന്ന് ആൻസർ കിട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ പല തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ കിട്ടിയത്. 3 ക്വസ്റ്റ്യൻസിന് അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ കുറച്ചുകൂടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഹെർമിറ്റ് റിയാക്ട്? എങ്ങനെയാണ് നമ്മുടെ സന്യാസി റിയാക്ട് ചെയ്തത്? ആരെ? രാജാവിനെ കണ്ടപ്പോൾ സന്യാസി ഓടെ വന്ന് സ്വീകരിച്ചോ? ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ആ രാജാവിനെ കണ്ടപ്പോൾ നമ്മുടെ സന്യാസി വര്യൻ ആ ഒരു റിയാക്ഷൻ, അദ്ദേഹത്തിന്റെ റിയാക്ട് ചെയ്തത് എങ്ങനെയാണ്? The hermit took a minute to stop his work and wished the king and continued the work. എന്താണ്? ഒരു കുറച്ച് മിനിറ്റ് മാത്രം എടുത്തു. എന്താണ്? രാജാവിനെ കണ്ട് വിഷ് ചെയ്തു. രാജാവും തിരിച്ച് വിഷ് ചെയ്യുന്നു. അത്രയും സമയം എടുക്കുകയും പിന്നീട് എന്ത് ചെയ്തു? ഹെർമിറ്റ് അദ്ദേഹത്തിന്റെ ജോലി തന്നെ, ആ ഡിഗിങ് ജോലി ഞാൻ എന്ത് ചെയ്തു? കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ റിയാക്ഷൻ. ആരെ കണ്ടപ്പോ? രാജാവിനെ കണ്ടപ്പോൾ നമ്മൾ താഴ്ന്നു തൊഴുതു. അദ്ദേഹത്തിന് ആദ്യമേ മനസ്സിലായി രാജാവിനെ കാണുമ്പോഴത്തേക്ക്. അപ്പൊ പക്ഷെ രാജാവിനെ കണ്ടപ്പോൾ അൻപരപ്പോ അല്ലാതെ ഒന്നും വന്നില്ല, കുശലാന്വേഷണമോ സ്വീകരിച്ചിട്ട് തന്നില്ല. എന്ത് ചെയ്തു? അദ്ദേഹം ഒന്ന് വിഷ് ചെയ്തു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജോലി കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ്, what did the bearded men thanks the king and also what he did he say? എന്താണ് ആ താടി വെച്ച ആള് ലാസ്റ്റില് പറഞ്ഞത്? അതായത് ആ പശ്ചാത്താപം പോലെ ഓടി വന്ന അവശനായ ഒരാൾ വന്ന് വീണില്ലായിരുന്നു? ആ താടി വെച്ച ബിയേർഡ് മെൻ, അതായത് താടി വെച്ച ആ മനുഷ്യൻ
താങ്ക്ഡ് ആസ് ദ സേവ്ഡ് ഹിസ് ലൈഫ്, തന്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി പറയുകയും ആൻഡ് ആൾസോ ഹി സെഡ് ദാറ്റ്, അദ്ദേഹം പിന്നെ എന്തോന്ന് പറഞ്ഞു, ഹി വിൽ ബി എ ലോയൽ സ്ലാവ് ടു ദ കിങ്, ഞാൻ എപ്പോഴും രാജാവിന്റെ വിശ്വസ്തനായ സ്ലേവ് എന്ന് വെച്ചാൽ എന്താണ്, അടിമയായിരിക്കുമെന്ന് പറയുകയും ചെയ്തു. ആൻഡ് ആൾസോ വിൽ ആസ്ക് ഹിസ് സൺസ് ടു ഡു, അത് മാത്രമല്ല എപ്പോഴും എന്റെ സൺസ്, എന്റെ മക്കളും അതിന്റെ മുൻഗാമികൾ, ഇനി വരാൻ പോകുന്ന തലമുറ എപ്പോഴും രാജാവിന് അടിമയായി ഇരിക്കുമെന്നും ആര് വാഗ്ദാനം നൽകി, ആര് പറയുകയാണ് ചെയ്തത്, ആ ഒരു സ്ട്രേഞ്ചർ രാജാവിന്റെ അടുത്ത് പറയുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനും തെറ്റ് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു, ഞാൻ ഇനി എന്നും വിശ്വസ്തതയുള്ള ഒരു അടിമയായി ഇരിക്കുമെന്നും പിന്നെ എനിക്ക് വരാൻ പോകുന്ന മുൻഗാമികൾ, എന്റെ മക്കളോടും എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുമെന്നും രാജാവിനോട് എന്ത് ചെയ്തു, ആ ഒരു സ്ട്രേഞ്ചർ പറഞ്ഞു. ഇതാണ് ആ ഒരു ഇത്രയും ക്വസ്റ്റ്യൻസ്, അത് 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫസ്റ്റ് ഈ ഒരു സമ്മറി ഒന്ന് കേട്ട് നോക്കുക, കഥാതന്തു കേട്ട് നോക്കുക. ഇതിൽ ഞാൻ 5 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ എന്ത് ചെയ്യുക, കമന്റ് രൂപത്തിൽ ചോദിക്കാം. മനസ്സിലാവാത്ത എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ തിരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക, ഇത് നമ്മുടെ GMA പോർഷൻ അല്ല, തിയറി പോർഷൻ ആണ്. GMAക്കുള്ള ഒരു ചാപ്റ്റേഴ്സ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ എടുക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് തിയറി പേപ്പറിനുള്ളതാണ്. നെക്സ്റ്റ് വരുന്ന എല്ലാ എക്സാമിനും ഇതായിരിക്കും, പുതിയ സിലബസിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ നെക്സ്റ്റ് വരുന്ന മാർച്ച് ഏപ്രിൽ തൊട്ട് എല്ലാ സിലബസിനും ഇതായിരിക്കും നിങ്ങൾക്ക് മാറുന്നത് വരെ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തായാലും കറക്റ്റ് ആയിട്ട് കേൾക്കുക. എന്തെങ്കിലും നോട്ട്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ഒരു വീഡിയോ ക്ലാസ്സുമായിട്ട്, ഓൺലൈൻ ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.